തരിപ്പണമായി എണീറ്റ് പൊങ്ങാൻ പറ്റാത്ത വിധം ഇനി ഒരു 5-10 കൊല്ലം കൊണ്ടേ പഴയ രീതിയിൽ ആ ഒരു ഇന്നുണ്ടായിരുന്ന യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ലെവലിലേക്ക് എത്തും. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വച്ചങ്ങ് തള്ളുകയാണെന്നേ. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ തുർക്കിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് വിജയം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിജയം എന്ന കാര്യം കള്ളമാണെങ്കിലും തുർക്കിയുടെ സപ്പോർട്ട് കിട്ടി എന്ന് സമ്മതിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയാണെന്ന് ആൾക്കാർ വിചാരിക്കുമല്ലോ. അതുകൊണ്ട് അത്രയും സംഭവിച്ചിട്ടുണ്ട്. അന്ന് വന്നിറങ്ങിയ വിമാനം പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത വിധം പാകിസ്ഥാന്റെ ആകാശപാതയിലേക്ക് എത്തുമ്പോൾ ചരക്ക് വിമാനങ്ങൾക്ക് പെട്ടെന്ന് ഒരേ സമയം 3 വിമാനങ്ങളുടെ ഇന്ധനം തീർന്നു പോകുന്നു. അത് നിറയ്ക്കാൻ പാകിസ്ഥാനിൽ തന്നെ ഇറങ്ങുന്നു. അതും C-130 വിമാനം, സാധാരണ വിമാനമൊന്നുമല്ല, മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ്. അപ്പോൾ അത്യാവശ്യം 500-600 ഡ്രോണുകളൊക്കെ ഇന്ത്യക്കെതിരെ ഒരേ സമയത്തൊക്കെ ഉപയോഗിച്ചതിൽ 90% തുർക്കി ഡ്രോണുകളായിരുന്നു. അപ്പോൾ ഇതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തതാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ പാകിസ്ഥാന്റെ നാണം കെട്ട ഒരു നിലപാടാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊരു പ്രശ്നമില്ലെന്നേ, അവർ ജയിച്ചു എന്നോ അവർ തകർത്തു എന്നോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. കാരണം ഈ തുർക്കി ഉൾപ്പെടെയുള്ള ലോകത്തെ സകല രാജ്യങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഇന്ന് അറിയാൻ കഴിയും. സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ, അതോടൊപ്പം അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാം. എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതിപ്പോൾ ചൈനയ്ക്ക് അറിയാം, ഈ തള്ളി മറിച്ച് നടക്കുന്ന ഷഹബാസ് ഷെരീഫിനും അറിയാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് സമ്മതിക്കില്ല. അത് സാരമില്ല. അത് നമുക്കിപ്പോൾ പാകിസ്ഥാൻ സമ്മതിക്കേണ്ട. എന്തായാലും മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇന്ത്യയുമായിട്ട് മുട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇപ്പോഴും അവരുടെ പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാന് തന്നെ കൊടുക്കുകയാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്കറിയാലോ, മതം മാത്രമാണ് അതിന്റെ കാരണം. തുർക്കി ഒരു തീവ്രമായ ഒരു മതരാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ തീവ്രവാദികളെയും വിഘടനവാദികളെയും അതുപോലെ തന്നെ ഭീകരവാദികളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എർദോഗന്റെ ഭരണകൂടത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.